കഴിക്കുന്നു പറഞ്ഞു അല്ലേ, കീടങ്ങളെ. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞത് ഇവിടെ നെല്ലൊക്കെ ഇട്ടേക്കുക. അപ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന ഒത്തിരി കീടങ്ങളുണ്ട്. ആ കീടങ്ങളെ ഇവർ കഴിച്ച് നശിപ്പിക്കും അല്ലേ. ഇവർ കുറേ സാധനങ്ങൾ കഴിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് നശിക്കും. പിന്നെ അതുപോലെ ഇവരെ കാഷ്ടം വീഴും അല്ലേ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 1000 അല്ല 10,000 പക്ഷേ ചിലപ്പോൾ ഒരു പാടത്ത് വന്ന് നിൽക്കുമെന്നൊക്കെ പറയും. അപ്പോൾ ഓരോ കാഷ്ടത്തിലെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസർ ഇടുന്ന പോലെ തന്നെ അത്യാവശ്യം NPK വളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഇക്വിലിബ്രിയം സൃഷ്ടിക്കും അല്ലേ. നമ്മുടെ നാട്ടിൽ ഒരു സ്പീഷീസ് ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ പറ്റും, അത് ആശ്രയിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും നശിപ്പിക്കും അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ചീര എന്ന് പറഞ്ഞ സാധനം കഴിക്കുന്നത് ശരി, അല്ലെ കോഴിയാണ് വിചാരിക്കും. എന്നെ പോലെ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ ഈ കോഴിയും ചീരയൊക്കെ തിന്ന് വെക്കും. അപ്പോൾ എന്നെ നശിപ്പിക്കാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ കോഴിയും അല്ല ഈ പറഞ്ഞ ചീരയെല്ലാം ഇതായാലും നിന്ന് പോകും. അതേപോലെ തന്നെ പക്ഷികൾ, ഇപ്പോൾ ഗ്രാസ് ഹോപ്പേഴ്സ് ഒത്തിരി ഉണ്ട്. ഗ്രാസ് ഹോപ്പേഴ്സ് ഒത്തിരി ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഗ്രാസ് ഹോപ്പേഴ്സ് എന്താ കഴിക്കുക, പുല്ല കഴിക്കുക. അപ്പോൾ ആ പുല്ല് മുഴുവൻ തീർന്നു പോകും. അതേസമയത്ത് ഈ പക്ഷി ഉള്ളതുകൊണ്ട് ഗ്രാസ് ഹോപ്പേഴ്സിനെ കഴിക്കുന്നുണ്ട്, അവിടുത്തെ പുല്ല് മുഴുവൻ തിന്നു പോകത്തില്ല, കുറച്ച് മാത്രം, വളരെ ഒപ്റ്റിമലായിട്ടുള്ള വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു പ്രകൃതിയിലൊരു താളമുണ്ട്. ആ താളം കറക്റ്റായിട്ട് നിന്ന് പോകും. ഒരു ഇക്വിലിബ്രിയം എന്ന് പറയും. ആ ഇക്വിലിബ്രിയം നിന്ന് പോകാനൊക്കെ സഹായിക്കും. അതുകൊണ്ടാണ് പക്ഷികളൊക്കെ. പിന്നെ നമുക്ക് ഇതിനൊക്കെ ആസ്വദിക്കാനൊക്കെ വേണം അല്ലേ. നിങ്ങൾ ഇനി എത്ര പേര് ബേർഡ് വാച്ചിങ് നടത്തും? വളരെ കുറച്ച് കൈകളുള്ളൂ, താല്പര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇനി എവിടെ പോയി കഴിഞ്ഞാലും പക്ഷികളെ നിരീക്ഷിക്കണം. അവിടെ എന്തൊക്കെ പക്ഷികളുണ്ട്. പക്ഷികളെ മാത്രമല്ല, ചിലപ്പോൾ പൂമ്പാറ്റകളുണ്ടാവും, അവിടെ കൈതാത്തിയിടും, ചിലപ്പോൾ തവള ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ തുമ്പികളുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾ നിരീക്ഷിക്കണം. ഉറപ്പാണ്? നിങ്ങൾ എല്ലാവരും നിരീക്ഷിക്കുമോ? ഉറപ്പാണ്. എങ്ങനെയാണ് ഇനി നിരീക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ? ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് ഫോട്ടോ